കുറെ സ്കിൻ കെയർ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും സ്കിൻ കെയർ റുട്ടീനിൽ ക്ലെൻസിങ് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആയ ഒരു സ്റ്റെപ്പ് ആണെന്ന്. പക്ഷെ ഇപ്പോഴും ഒരുപാട് പേർക്ക് ഏത് ക്ലെൻസർ ആണ് ചൂസ് ചെയ്യേണ്ടതെന്നുള്ളത് അറിയില്ല. എൻ്റെ അടുത്ത് പേഷ്യൻസ് വന്ന് പറയാറുണ്ട്, ഇപ്പൊ ഒരുപാട് ഡ്രൈ സ്കിൻ ഒക്കെ ഉള്ളവര് ഫേസ് വാഷ് ചെയ്തതിനു ശേഷം മുഖം വല്ലാണ്ട് വലിയണ പോലെ, അതുപോലെ തന്നെ ഇപ്പൊ ഓയിലി സ്കിൻ ഒക്കെ ഉള്ളവര് ഫേസ് വാഷ് ചെയ്തതിനു ശേഷം ആ ഓയിലിനെസ് മുഴുവനായിട്ട് പോകണില്ല എന്നുള്ളത്. ഇത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ക്ലെൻസർ യൂസ് ചെയ്യാത്തതുകൊണ്ടാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ജനറലി എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് നോക്കാം. ആദ്യം നിങ്ങളൊരു ക്ലെൻസർ എടുത്തു കഴിഞ്ഞാൽ അത് pH ബാലൻസ്ഡ് ആണോ എന്ന് നോക്കണം. അതായത് നമ്മുടെ സ്കിൻ ടൈപ്പിനോട് മാച്ച് ചെയ്യണ pH ആയിരിക്കണം, സെയിം pH ആയിരിക്കണം ആ ക്ലെൻസറിലും. അതുപോലെ തന്നെ അത് സൾഫേറ്റ് അല്ലെങ്കിൽ പാരബൻ ഫ്രീ ആയിരിക്കണം, ഫ്രാഗ്രൻസ് ഇല്ലാത്ത ക്ലെൻസർ ആയിരിക്കണം, അതുപോലെ ഹൈപ്പോ അലർജനിക് ഉള്ളത്. ഇങ്ങനത്തെ ക്ലെൻസർ ഇതൊക്കെ ജനറലി എല്ലാ സ്കിൻ ടൈപ്പുകാരും ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നമ്മുടെ സ്കിൻ ടൈപ്പിനോട് ചേർന്നിട്ടുള്ള ക്ലെൻസർ വേണം യൂസ് ചെയ്യാൻ. ഇനി സപ്പോസ് നിങ്ങളുടെ സ്കിൻ എക്സ്ട്രീംലി ഡ്രൈ ആണ്, അതായത് ഇപ്പൊ നിങ്ങൾ ഫേസ് വാഷ് ചെയ്തതിനു ശേഷം നമുക്ക് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഒരു സ്കിൻ ഭയങ്കരമായിട്ട് വലിയനെ പോലെ അങ്ങനത്തെ ഒരു നേച്ചർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രീം ബേസ്ഡ് ആയിട്ടുള്ള ക്ലെൻസേഴ്സ് യൂസ് ചെയ്യാം. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ജനറലി ഒരു ക്ലെൻസർ ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്.